ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ രണ്ടാം പ്രതി മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കുകയാണ്. റാന്നി ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. സലിം മാലിക് വാർത്തയുടെ വിവരങ്ങളും ചേരുന്നു. സലീം, ഇക്കാര്യത്തിൽ ഹൈക്കോടതിയും എത്രത്തോളം ശക്തമാണെന്നും എത്രത്തോളം വളരെ സീരിയസ് ആയിട്ടാണ് ഈ വിഷയത്തെ കാണുന്നതെന്നൊക്കെ ഇന്നലത്തെ ഇടക്കാല ഉത്തരവ് വരുമ്പോൾ ഒന്നുകൂടി ബോധ്യമാവുന്നുണ്ട്. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു താഴെ കോടതിയിലേക്ക് മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷ പോകുന്നതും. എന്ത് പ്രതീക്ഷിക്കണമെന്ന് ചോദിക്കുന്നില്ല, മുരാരി ബാബുവിന് പ്രതീക്ഷിക്കാവോ? ഗുഡ് മോർണിംഗ് സലീം. ഹാഷ്മി ക്രിസ്റ്റ്യന, ഗുഡ് മോർണിംഗ്. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇന്ന് മുരാരി ബാബുവിന് ഏതെങ്കിലും നിലയിൽ ജാമ്യം കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇന്ന് ആ കേസ് പരിഗണിക്കും എങ്കിൽ പോലും അത് മാറ്റിവെക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം SITയുടെ ഭാഗം കേൾക്കേണ്ടതുണ്ട് കോടതിക്ക്. അതുകൊണ്ട് ആ SITയുടെ ഭാഗം കേട്ടതിന് ശേഷം മാത്രമേ അതിൽ തീരുമാനമെടുക്കൂ എന്ന നിലപാടാകും സ്വാഭാവികമായും റാന്നി ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി എടുക്കാൻ പോകുന്ന നിലപാട് അത് തന്നെയാകും എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിലുണ്ടായ കാര്യങ്ങളൊക്കെ റാന്നി കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം അഭിഭാഷകൻ മുഖേന ബോധിപ്പിക്കാനാണ് ഇപ്പോൾ താല്പര്യപ്പെടുന്നത്. ഇന്ന് തന്നെ അക്കാര്യങ്ങളൊക്കെയും കൂടുതൽ അന്വേഷണവിധമായി വേണമെന്നും ഗുരുതരമായ ചില പരാമർശങ്ങൾ നടത്തിയെന്നുള്ള കാര്യം റാന്നി കോടതിയെ ബോധിപ്പിക്കും. അതിന് പിന്നാലെ തന്നെ മുരാരി ബാബുവിനെ വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെടേണ്ട സാഹചര്യം ഒരുപക്ഷെ ഉണ്ടായേക്കാം എന്നുള്ള കാര്യവും ബോധ്യപ്പെടുത്തും. അതുകൊണ്ട് ജാമ്യം അനുവദിക്കരുതെന്നും ജാമ്യാപേക്ഷയെ എതിർക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ ജാമ്യാപേക്ഷ മറ്റൊരു ദിവസത്തേക്ക് പരിഗണിക്കാൻ മാറ്റും എന്നാണ് ലഭിക്കുന്ന സൂചന. എന്തായാലും മുരാരി ബാബുവിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ദിവസമാണ്. കാരണം നിലവിൽ ഈ ആദ്യഘട്ടത്തിലെ പരിശോധനയ്ക്കും ഒപ്പം തന്നെ ചോദ്യം ചെയ്യലിന് ശേഷം പിന്നീട് ഒരിക്കൽ കൂടി മുരാരി ബാബുവിനെ കസ്റ്റഡിയിലേക്ക് അന്വേഷണ സംഘം വാങ്ങിയിട്ടില്ല. തൽക്കാലം മുരാരി ബാബുവിൽ നിന്ന് അറിയാനുള്ളതെല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാം ഘട്ടമായി ഏതെങ്കിലും നിലയിൽ കസ്റ്റഡിയിൽ ആവശ്യപ്പെടണമെങ്കിൽ അപ്പോൾ നോക്കാം എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട്. ഈ കേസുമായി ബന്ധപ്പെട്ട് മുരാരി ബാബുവിൽ നിന്ന് പരമാവധി ശേഖരിക്കാൻ പറ്റുന്ന വിവരങ്ങൾ ആദ്യഘട്ടത്തിൽ ശേഖരിച്ചിരുന്നു. അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം സന്നിധാനത്ത് പരിശോധന നടത്തുമ്പോഴും ഈ സുധീഷ് കുമാറിൻ്റെതിനൊപ്പം തന്നെ മുരാരി ബാബു പറഞ്ഞ ചില മൊഴികളും അവിടെ വെച്ച് തന്നെ പരിശോധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ആ കേസുമായി ബന്ധപ്പെട്ടുള്ള മുന്നോട്ട് പോക്കിന് മുരാരി ബാബു നിലവിൽ റിമാൻഡിലുള്ള മുരാരി ബാബുവിനെ ഇടയ്ക്ക് കസ്റ്റഡിയിൽ വാങ്ങേണ്ടതായ ആവശ്യം കൂടി അന്വേഷണ സംഘത്തിന് വരും എന്നുള്ളതാണ് അന്വേഷണ സംഘം കോടതിയിൽ ബോധിപ്പിക്കാൻ പോകുന്ന നിലപാട്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.